അവര് തമ്മിലുള്ളത് നല്ലൊരു സൗഹൃദമാണ്. മോഹനോടും ജയന്തിയോടും സൗന്ദര്യയോടും കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരോടും ഉള്ളതുപോലെ ഒരു സൗഹൃദം. കൈലാഷ് സർ, അകത്തേക്ക് വരൂ. എന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞ് കേറിയിരിക്കേ? ഇല്ല പ്രിയൻ, ഞാൻ അമ്മയോട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് അമ്മ തീരുമാനിക്കണം ഞാൻ കയറിയിരിക്കണോ അതോ തിരിച്ചു പോകണോന്ന്. പ്രിയനും പാർവതിയും തമ്മിൽ സൗഹൃദത്തിനപ്പുറം മറ്റൊരു ബന്ധമില്ലേന്ന് അമ്മ ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെയാ ഞാൻ പറയാ. പക്ഷെ അത് അമ്മ കരുതുന്ന പോലെ ഒരു ബന്ധമല്ല. പ്രിയൻ അവളെ പല കാര്യങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗാർമെന്റ്സിൽ അവൾക്ക് ജോലി വാങ്ങിക്കൊടുത്തതും ഹോസ്റ്റലിൽ താമസ സൗകര്യം റെഡിയാക്കി കൊടുത്തതും കമ്പനിയിൽ അവൾക്കുണ്ടായ പല ബുദ്ധിമുട്ടുകളും പരിഹരിച്ചു കൊടുത്തതും പ്രിയനാ. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ലോക്കൽ ഗാർഡിയന്റെ സ്ഥാനം പ്രിയന് പാർവതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാ പ്രിയനൊരു അപകടം സംഭവിച്ചപ്പോ സ്വന്തത്തിൽപ്പെട്ട ഒരാൾക്ക് അപകടം സംഭവിച്ചതുപോലെ അവൾ വിഷമിച്ചത്, ഇപ്പോഴും വിഷമിക്കുന്നത്. പാർവതി കാരണം പ്രിയന് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒളിക്യാമറ ഇഷ്യൂ ഞാൻ ഉദ്ദേശിച്ചത്. ആ വിരോധം കൂടി മനസ്സിൽ വെച്ച അമ്മ അവളെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത്. ഒളിക്യാമറ വിഷയത്തിൽ പ്രിയൻ അപമാനിക്കപ്പെട്ടത് പാർവതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവ് തന്നെയാ. പക്ഷേ അവൾക്ക് പറ്റിയ തെറ്റ് അവൾ തിരിച്ചറിഞ്ഞപ്പോ പ്രിയനോട് മാപ്പ് പറയാൻ അവൾ മടി കാണിച്ചില്ല. ഇവിടെ വന്ന് അമ്മയോട് മാപ്പ് പറഞ്ഞെന്നാ ഞാൻ അറിഞ്ഞത്. തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് പറഞ്ഞവരോട് വീണ്ടും വിരോധം സൂക്ഷിക്കുന്നത് ശരിയാണോ അമ്മേ? പരിക്ക് പറ്റിയ പ്രിയനെ മടി കിടത്തിയ അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തുന്നതുവരെ അവൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. അവളുടെ ടെൻഷനും സങ്കടവും ഞാൻ നേരിട്ട് കണ്ടതാ. അബോധാവസ്ഥയിൽ കിടക്കുന്ന പ്രിയനെ അവൾ അവസാനമായി കണ്ടത്.